ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ ആങ്കർ എന്ന് പറയുന്ന സ്ഥലത്ത് പൂക്കളുമായിട്ട് ലോഡ് ഇറക്കാൻ വന്നതാണ്. സ്പെയിനിൽ നിന്ന് എടുത്തത്. ഇന്ന് അപ്പോൾ ഫ്രാൻസിൽ 6 സ്ഥലങ്ങളിലായിട്ടാണ് നമുക്ക് ഇറക്കൽ പരിപാടികൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് തുടങ്ങണം. 3 സ്ഥലത്താണ് ഇന്ന് ഇറക്കാനുള്ളത്. ഇന്നിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവധി ദിനാണ്. പക്ഷെ പൂക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തുറക്കാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇനി ഒരു 13 കിലോമീറ്ററാണ് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. ഇവിടെ നിന്ന് നേരെ നാന്തസ് റൂട്ട്. ഇത് കഴിഞ്ഞിട്ടും ഇവിടെ അടുത്തൊരു 30-35 കിലോമീറ്റർ അടുത്താണ് നമുക്ക് ലോഡ് ഇറക്കണ്ട. അടുത്ത ലോഡ് ഇറക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു ഐഡിയ ഇല്ല. സാധാരണ പൂക്കളുമായിട്ടുള്ള വരവെന്ന് പറഞ്ഞാൽ ഹെവി കോംപ്ലിക്കേഷനാണ്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവധി ദിനങ്ങളിലൊക്കെ ആയിരിക്കും ഇതുമായിട്ട് വരാം. കുറേ സ്ഥലങ്ങളിൽ കയറാൻ പറ്റില്ല. കുറേ സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആളുണ്ടാവില്ല. പിന്നെ മാപ്പിൽ കാണിക്കുന്ന റൂട്ടിൽ കൂടെ കയറാൻ പറ്റില്ല. ചടങ്ങ് പരിപാടിയാണ്. എങ്കിലും ഒരു രസം. നാളെ രാവിലെ നമുക്ക് പാരീസിന്റെ റൊഞ്ചി മാർക്കറ്റിൽ ഇറക്കാനുണ്ട് പൂക്കൾ. En 4,5 kilómetros toma la salida 8 a la derecha en dirección Bordeaux. രണ്ട് റൂട്ടാണ് പറയുന്നത്. ഒന്ന് നോക്കി നോക്കാം. മൂന്ന് 4 കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലത്തെയൊക്കെയാണ് പ്രശ്നങ്ങൾ. ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ട്രക്കുകൾ കയറാൻ പാടില്ല. ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ തിരിച്ച് കയറി
En 2 പോരേണ്ടി വരും. kilómetros y medio, toma la salida 8 a la derecha en അല്ലെങ്കിൽ dirección Boquereo. Después entra en la rotonda. എവിടെയെങ്കിലും ഒതുക്കി നിർത്തിയിട്ട് ചെക്ക് ചെയ്യണം. ഇത് നമ്മുടെ സ്ഥിരം റൂട്ടുകളല്ല. വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഇവിടെ പോവുള്ളൂ. വർഷത്തിൽ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറാണ് ഈ വർഷം എല്ലാ വർഷവും പോകാനായിട്ട്. ചിലതെന്നൊക്കെ പറഞ്ഞാൽ ഉൾഗ്രാമങ്ങളായിരിക്കും, ട്രക്കും കൊണ്ട് കയറാൻ പറ്റില്ല. അപ്പം അത് പോണ സ്ഥിരം വഴികളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും ഇതിൽ മാപ്പിൽ കാണാനും പറ്റില്ല. ഇതിലിപ്പോൾ 2 വഴികളാണ് ഇതിൽ കാണിക്കുന്നത്. മൊബൈലിൻ്റെ ഒരു വഴി, ഇതിലൊരു വഴി. അപ്പോൾ മൊബൈലിൻ്റെ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടേക്ക് ട്രക്കുകൾക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കാണിക്കും. അതിൻ്റെ ഒരു പണി വേറെ. എന്തായിരുന്നാലും ഇത് വഴിയൊന്ന് കയറാം. ഇതിൽ വലിയ പ്രൊഹിബിഷൻസ് കാണാനില്ല. Toma la salida 8 a la derecha en dirección Boquereo. Después entra en la rotonda. അവിടെയും എഴുതി വെച്ചിട്ടുണ്ട് പ്രൊഹിബിഷൻ. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. നോക്കി നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് റൗണ്ട് അടിച്ച് തിരിച്ചു കയറി പോരാം. Dentro de 300 metros, en la rotonda, Sal de la rotonda por la segunda salida por la de 756. എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമങ്ങളിലേക്ക് കയറുമ്പോൾ 1-2 ഗ്രാമങ്ങളുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലേക്കായിരിക്കും ട്രെയിലർ കയറാൻ പാടില്ലാത്ത. sal de la rotonda en la de 3 provincias. Continúa por D753 durante 1,5 kilómetros. ഇവിടെ നിന്ന് ഈ വഴിക്ക് ഇടത്തോട്ട് 3.5 ടൺ കയറാൻ പാടില്ല. ഇവരിങ്ങനെ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് കയറിയിട്ടുണ്ടാവണം, കയറി പണിയും കിട്ടിയിട്ടുണ്ടാവണം. Sal de la rotonda por la tercera salida. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഈ പൂക്കൽ പരിപാടി ഇപ്പം നെതർലൻഡ്സിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ഥലത്തേക്കായിരിക്കും കിട്ടാം. ബെൽജിയം വലിയ കുഴപ്പമില്ല, ജർമ്മനിയും വലിയ കുഴപ്പമില്ല, ഫ്രാൻസിൽ കുറേ ഓണം കയറാൻ പോലെ ഉണ്ട്. അതൊരു ചടങ്ങ് പരിപാടിയാണ്. കമ്പനീനെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എന്ത് ലോഡാണെങ്കിലും ഏറ്റവും കൂടുതൽ ലാഭം ഈ പൂക്കളുടെ ലോഡിനാണ്. ഇപ്പോൾ കമ്പനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ ഇതിൻ്റെ ലോഡ് എടുക്കാനായിട്ട്. ട്രാൻസിറ്റ് നമുക്ക് പോകേണ്ടത് ഈ റൂട്ടാണ്. Sal de la rotonda en Boulevard de la Trey. Sal de la rotonda por la segunda salida. ഇതിൻ്റെ അപ്പുറം വന്നിട്ടൊരു ഗ്രാമമാണ്. ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഒരു ടൗണാണ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 4 കിലോമീറ്റർ 4.5 കിലോമീറ്റർ കൂടി ഉണ്ട്. Dentro de 500 metros, en la rotonda, toma la segunda salida e incorpórate a Boulevard de la Godinier, de 13 en dirección a 87, Angers. Sal de la rotonda por la segunda salida por Boulevard de la Godinier.
Sal de la rotonda en Boulevard de la Godinier. Dentro de 500 metros, en la rotonda, toma la Sal de la tercera rotonda salida por la e tercera incorpórate salida. a Avenue de Beaupreo, D752 en ഈ dirección അവിടെ ഒരു Beaupreo, റഡാർ Saint-Marc വെച്ചിട്ടുണ്ട് en Mauyes. ചുമ്മാ നേരം നോക്കിനായിട്ട്. 70 സ്പീഡ് ലിമിറ്റ് കാണിക്കണേ. Sal de la Enkilum rotonda no por la lleva tipo tercera de- salida por la D752. ഇവിടെ നിന്നും നമുക്ക് പോകേണ്ടത് ഇടത്തോട്ട്. അതിനുശേഷം എന്തായാലും പോവാം. നമുക്കതിന് ശേഷം ഈ റൂട്ട് എടുത്ത് പോകണം. Sal de la rotonda en Avenue de Beaupreo. Continúa por D752 3 kilómetros. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്തല്ല ഇതിൻ്റെ മാപ്പ് തന്നേക്കണത്. ഇതാണെന്നാണ് തോന്നണത് ഈ പറഞ്ഞ സ്ഥലം. Es posible que la Cholette es horticultur. Sas-le-Temps-Neuf esté cerrado. ആ ഇന്ന് തുറക്കില്ല എന്നാണ് Continúa por D752 നെറ്റിൽ പറയണേ. durante 1,5 kilómetros. എങ്കിലും തുറക്കേണ്ടതാണ്. Sal de la rotonda por la tercera salida. കമ്പനികളൊക്കെ നടച്ചിട്ടേക്കണം അവധി കാരണം കൊണ്ട്. Dentro de 600 metros, en la rotonda, toma la tercera salida e incorpórate a D63 en dirección Saint-Maker en Mauyes, Beaupreo. Sal de la rotonda por la tercera salida por la D63. ഡേവിയേഷൻ നമുക്ക് പോകാനുള്ളത് ഇതാണ് ഈ പറഞ്ഞ റൂട്ട് കാണിക്കുന്നത്. Sal de la rotonda en D63. Luego llegarás a tu destino. ഇതാണ് ഈ പറഞ്ഞ Gira a സ്ഥലം. la izquierda en Lille-le-Temps-Neuf. ഇവിടെ വണ്ടികൾ കടന്നിട്ടുണ്ട്, വലിയ വണ്ടികൾ, ട്രക്കുകൾ കടന്നിട്ടുണ്ട്. ഇവിടെ എന്തായിരുന്നാലും തിരക്കില്ല. ഇതാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല. ഇതാണ് സ്ഥലം. തുറന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. തുറന്നിട്ടില്ല. Has llegado. തുറക്കണം. ഞാൻ പോയിട്ട് കൈവച്ചാൽ ആ സാധനം പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുറന്നേ. അപ്പോൾ ഇതാണ് ഈ സ്ഥലം. അതങ്ങോട്ട് തുറക്കുമ്പോഴേക്കും നമുക്ക് നൈസായിട്ട് വണ്ടികൾ കയറ്റാം.
ഇപ്പം തന്നെ വന്നു എന്ന് തോന്നുന്നു. Has llegado al destino, 4 New Bicicleta Neu. El destino se encuentra a la derecha. അതാണ് ഈ പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് വണ്ടി റിവേഴ്സ് വെക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇവിടെ പോയി നിർത്തിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ഈ പറഞ്ഞ സ്ഥലം. സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.